സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. നിസ്സീമമാ നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അധീനനാ. ഈ ഭൂമിയിൽ നിക്ഷേപമായി ഞാനെണ്ണി വന്ന സർവ്വവും ഗണിച്ചിടുന്നു നഷ്ടമായി ഈ ദർശനം മുഖാന്തരം. പ്രമോദമാ എന്നായുസി സ്നേഹിച്ചവർത്ത കാര്യങ്ങൾ നികൃഷ്ടമെന്നറിഞ്ഞകം വെടിഞ്ഞിടുന്ന ശേഷവും നിൻ ക്രൂശിൽ നിരന്തരം പ്രശംസിച്ചിടും രക്ഷക. മറ്റൊന്നിലും എൻ മാനസം മഹത്വമാഗ്രഹിക്കൂല. അഗാധമാ പ്രമേയമാ ഈ സ്നേഹമർഹിക്കുന്നീതം എൻ ദേഹം ദേഹി മാനസം സമ്പൂർണമാ സമസ്തവും സാഷ്ടാംഗം വേടുപാദത്തെ വണങ്ങിടുന്നു ഭക്തിയിൽ. നിനക്കും നിൻ പിതാവിനും മഹത്വം ദൈവാത്മാവിനും. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവായ യേശു ക്രിസ്തു ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ അവതരിച്ചു. ദൈവം മനുഷ്യജഡം സ്വീകരിച്ച് മനുഷ്യരുടെ ഇടയിൽ നടന്നു.
എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്? കർത്താവിനെ നല്ല ഒരു മോഡൽ അല്ലെങ്കിൽ മാതൃക ആയി അംഗീകരിക്കുന്ന ധാരാളം പേരുണ്ട്. ത്യാഗസമ്പന്നമായുള്ള ജീവിതം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ജീവിതം, ശത്രുക്കളെപ്പോലും സഹായിക്കുന്നതായുള്ളൊരു ജീവിതം. നിശ്ചയമായും മനുഷ്യർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു മാതൃകയാണ്. പക്ഷെ അതല്ല വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. കർത്താവായ യേശു ക്രിസ്തുവിനെ നല്ല ഒരു ഉപദേഷ്ടാവായി സ്വീകരിക്കുന്ന ധാരാളം പേരുണ്ട്. ഇത്ര നല്ല ഉപദേശങ്ങൾ പറഞ്ഞ വേറൊരാളില്ല. നിങ്ങളുടെ ശത്രുക്കളെ ദേഷിക്കരുതെന്ന് മാത്രമല്ല, അവരെ സ്നേഹിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. അവർക്ക് ഉപകാരം ചെയ്യണമെന്ന് പഠിപ്പിച്ചു. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പഠിപ്പിച്ചു. ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിച്ച് ജീവിതം ധന്യമാക്കാമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ദൈവമായുള്ള ബന്ധത്തിലാണ് ധന്യത വരുന്നതെന്നുള്ള കാര്യം കർത്താവ് പഠിപ്പിച്ചു. കർത്താവ് പഠിപ്പിച്ച പോലെ വേറെ ആരും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ആ ഉദ്ദേശത്തിന് വേണ്ടി കൂടെ മാത്രമല്ല കർത്താവ് വന്നത്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാനും നിങ്ങളുമായി അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളൊരു വിഷയമാണ്. ഞാൻ അതേപ്പറ്റി വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്ന്. മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ്. മനുഷ്യപുത്രൻ എന്ന് ഉദ്ദേശിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ്. അപ്പോൾ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള സങ്കടകരമായിട്ടുള്ള ഒരു വിഷയത്തിന് പരിഹാരമുണ്ടാക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. ദൈവം നോക്കുമ്പോൾ ഞാനും നിങ്ങളും നഷ്ടപ്പെട്ടവരാണ്, പാത തെറ്റിയവരാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടാത്തവരാണ്, ആ ലക്ഷ്യങ്ങളിൽ ഒരിക്കലും എത്താതെ വണ്ണം അബദ്ധസഞ്ചാരം ചെയ്യുന്നവരാണ്. നമ്മൾ നഷ്ടപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ ജീവന് നഷ്ടപ്പെട്ടവരാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ പരമമായ ഉദ്ദേശം ദൈവമായിട്ടുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിൽ ജീവിതം ആസ്വദിക്കുവാനാണ്. ഞാൻ വീണ്ടും പറയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മറ്റുള്ള എല്ലാ സൃഷ്ടികളിലും വിഭിന്നമായിട്ടാണ്. മനുഷ്യർക്ക് മാത്രം കൊടുത്ത ഒരു പ്രത്യേക നന്മയാണ് ദൈവിക സാദൃശ്യം. ദൈവത്തിന് എന്തെങ്കിലും രൂപമുണ്ടോയെന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവം ഒരു വ്യക്തിയായിരിക്കുന്നത് പോലെ മനുഷ്യരെയും വ്യക്തികളായിട്ടാണ് ദൈവം ഉണ്ടാക്കിയത്. വ്യക്തിത്വം, ചിന്തിക്കാനുള്ള കഴിവ്, ആലോചിക്കാനുള്ള കഴിവ്, സ്നേഹിക്കാനുള്ള കഴിവ്. ദൈവം സ്നേഹസമ്പൂർണനും കാരുണ്യവാനും ദീർഘക്ഷമയുള്ളവനും സ്നേഹിക്കുന്നവനെല്ലാമാണ്. ഈ സ്വഭാവവിശേഷതകളുടെ ഒരളവ് ദൈവം മനുഷ്യന് കൊടുത്തു. അതായത് സ്നേഹിക്കുവാനുള്ള കഴിവ്, സ്നേഹിക്കപ്പെടുവാനുള്ള കഴിവ്, അതിൽ ആനന്ദിക്കുവാനുള്ള കഴിവ്, കരുണ കാണിക്കുവാനുള്ള കഴിവ്, കരുണ സ്വീകരിക്കുവാനുള്ള കഴിവ്. ദൈവത്തിൻ്റെ വിശിഷ്ടമേറിയ ഗുണങ്ങൾക്ക് അവകാശികളാക്കി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യനെ ഒരു യന്ത്രമനുഷ്യനായിട്ട് സൃഷ്ടിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് സ്വിച്ച് ഇടുകയോ സ്വിച്ച് ഓഫ് ചെയ്താൽ മനുഷ്യൻ നന്നായിട്ട് പ്രവർത്തിക്കും. മനുഷ്യനെ കൊണ്ട് അനുസരിപ്പിക്കാൻ പ്രയാസമില്ല. പക്ഷെ സ്നേഹിക്കാൻ പറ്റില്ല. സ്നേഹമെന്ന് പറയുന്നത് തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ്. കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ്. നല്ല തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധം പുലർത്തുവാനാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ എന്താണ് സംഭവിച്ചത്? ദൈവത്തെ തിരസ്കരിച്ചു, സ്വന്തം വഴിയിൽ നടന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളെ നിഷേധിച്ചു, ദൈവത്തെ നിഷേധിച്ചു. അതാണ് ആദിമ മാതാപിതാക്കന്മാർക്ക് സംഭവിച്ച കാര്യം. ദൈവം അവരോട് പറഞ്ഞു, മനോഹരമായൊരു തോട്ടമുണ്ടാക്കി അവരതിലാക്കിയിട്ട് പറഞ്ഞു, ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, സമൃദ്ധമായിട്ട് തിന്നാം. എന്നാൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത്. എന്തിനാണത് പറഞ്ഞത്? തങ്ങളുടെ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ വൃക്ഷഫലം തിന്നരുതെന്ന് പറഞ്ഞൊരു കാര്യം, ദൈവത്തെ അവരനുസരിക്കുമെങ്കിൽ അത് തിന്നാനായിട്ട് പാടില്ല. പക്ഷേ അനുസരിക്കാനല്ല അവർ തീരുമാനിച്ചത്, ദൈവത്തെ തിരസ്കരിക്കാനാണ് തീരുമാനിച്ചത്. ആ ഫലം അവർ പറിച്ചു തിന്നു. അപ്പോൾ അതിലൂടെ അവന് കൊടുത്തതായിട്ടുള്ള സ്വാതന്ത്ര്യം, സ്വയിച്ഛ, നല്ല തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കാൻ കൊടുത്ത സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യും. ഇന്നും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നത് അവൻ്റെ പാപനിമിത്തമാണ്. എന്താണ് പാപം? ദൈവം പറഞ്ഞ വഴിയിലൂടെ നടക്കാതിരിക്കുക, സ്വന്തം വഴിയിലൂടെ നടക്കുക, പാത തെറ്റുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മനുഷ്യന് ലൈംഗികമായുള്ള ആഗ്രഹം ദൈവം നൽകി. ആ ലൈംഗികമായുള്ള ആഗ്രഹം നല്ലൊരാഗ്രഹമാണ്. പക്ഷേ ദൈവം പറഞ്ഞു,
സ്വന്തം ഭാര്യയിലും അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിലും മാത്രമേ ആ ലൈംഗിക ആനന്ദം കണ്ടെത്താവൂ. എന്തുകൊണ്ടാണത് പറഞ്ഞത്? അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും സന്തോഷകരമായുള്ള കാര്യം, അതാണ് നിലനിൽക്കുന്നത്. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്തു? സ്വന്തം ഭാര്യയിൽ മാത്രമല്ല വേറെ പല സ്ത്രീകളിലും, സ്വന്തം ഭർത്താവിൽ മാത്രമല്ല വേറെ പലതിലും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ സന്തോഷം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ അവഗണിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ദൈവത്തെ നിരാകരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവൻ്റെ അധപ്പതനത്തിന് അവൻ തന്നെ വഴിതെളിക്കുകയാണ്. കാരണം അവന് ആ സ്വാതന്ത്ര്യ ബോധം, തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയതുകൊണ്ടാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗം ചെയ്തതുകൊണ്ട് സകല മനുഷ്യരിലും ഈ പാപം കടന്നിരിക്കുകയാണ്. ചിന്തിക്കാനുള്ള കഴിവ് വേണ്ട വിധത്തിലല്ല, ആലോചിക്കാനുള്ള കഴിവ് വേണ്ട നിലയിലല്ല, പെരുമാറ്റം വേണ്ട നിലയിലല്ല. എന്നാൽ മനുഷ്യനിൽ യാതൊരു നന്മയില്ലെന്നല്ല, ചില നന്മകളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ മുൻപാകെ അവൻ നഷ്ടപ്പെട്ടവനാണ്. എന്താണ് നഷ്ടം? ഞാൻ വീണ്ടും പറയാം. ദൈവവുമായിട്ടുള്ള അഭേദ്യമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തി. എന്തിനു വേണ്ടി അവനെ സൃഷ്ടിച്ചു? ദൈവവുമായിട്ടുള്ള അഭേദ്യമായ കൂട്ടായ്മയിൽ സന്തോഷിപ്പാനും ആനന്ദിക്കുവാനും. അതവൻ നഷ്ടപ്പെടുത്തി. ജീവൻ നഷ്ടപ്പെടുത്തി. എന്നാൽ ശാരീരികമായിട്ട് ജീവിക്കുന്നുണ്ട്, ശാരീരികമായിട്ട് ഭക്ഷിക്കുന്നുണ്ട്, ശാരീരികമായിട്ട് ആനന്ദിക്കുവാൻ വേണ്ടി പല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ശാശ്വതമായ ആനന്ദമില്ല. അവൻ ഭയത്തിലാണ്. മരണത്തെ ഭയമാണ്, പ്രകൃതിയെ ഭയമാണ്, ആകുല ചിന്തയാണ് അവൻ്റെ ഹൃദയത്തെ നിറച്ചിരിക്കുന്നത്. പലപ്പോഴും നിരാശയാണ് അവനെ നിറച്ചിരിക്കുന്നത്. എത്ര നല്ല ആഹാരം കഴിച്ചാലും തൃപ്തിയില്ല, എത്രമാത്രം സെക്സ് ആസ്വദിച്ചാലും തൃപ്തിയില്ല. കാരണം അവനെ സൃഷ്ടിച്ചത് അതിന് വേണ്ടിയിട്ടല്ല, ദൈവമുള്ള അഭേദ്യമുള്ള ബന്ധത്തിൽ സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയവരെ ആ നഷ്ടബോധം മനസ്സിലാക്കി അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്. വേറെ എന്തെങ്കിലും ഉപാധി മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ ദൈവം മനുഷ്യനായി ഈ വല്ലാത്ത ഭൂമിയിൽ, ഈ പാപം നിറഞ്ഞ ഭൂമിയിൽ വരേണ്ട ആവശ്യമില്ല. എന്നാൽ അത് ദൈവത്തിൻ്റെ വലിയ വലിയ സ്നേഹമാണ്, ദൈവത്തിൻ്റെ നിസ്തുല്യമായ സ്നേഹമാണ് അതിന് കാരണമായത്. എന്താണ്? ദൈവമായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ തേടി ഈ ഭൂമിയിൽ വന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വന്നത് എന്നെയും നിങ്ങളെയും തേടിയാണ്, നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. തേടി എന്ത് ചെയ്യുന്നു? നമ്മെ രക്ഷിക്കുന്നു. എന്താണ് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? ഒന്ന്, ദൈവമുള്ള അഭേദ്യമുള്ള കൂട്ടായ്മ, ദൈവമുള്ള നിരപ്പ്, ദൈവമുള്ള സജീവമായ ബന്ധം. അതിലൂടെ യഥാർത്ഥ ആനന്ദവും യഥാർത്ഥ കരുണയും യഥാർത്ഥ ദയയും എല്ലാം നമ്മൾ അനുഭവിക്കുന്നു. പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിൻ്റെ ഫലമായ ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. പാപം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം ദൈവത്തിൻ്റെ നീതി അനുസരിച്ച്. ദൈവത്തോട് മത്സരിച്ചവർ ഈ അഖിലാണ്ടത്തിൻ്റെ രാജാവിനോട് മത്സരിക്കുകയാണ്, അവൻ ശിക്ഷിക്കപ്പെടണം. അപ്പോൾ നമ്മളെല്ലാവരും അബദ്ധസഞ്ചാരം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ തിരസ്കരിച്ചാൽ, ഒരു രാജാവിൻ്റെ നിയമങ്ങൾ തിരസ്കരിച്ചാൽ ആ രാജാവിന് മുമ്പിൽ കുറ്റവാളിയാണ്, അതിന് ശിക്ഷ ലഭിച്ചേ മതിയാവും. അപ്പോൾ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ദൈവം കരുണയുള്ളവനായിരിക്കുന്ന പോലെ തന്നെ അതേസമയം ദൈവം നീതിയുള്ളവനാണ്. ദൈവത്തിൻ്റെ നീതി മാറ്റിവെച്ച് നമ്മളെ രക്ഷിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് എന്തിനു വേണ്ടി? നശിച്ചു പോകുന്നവർക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുവാൻ. കർത്താവ് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നഷ്ടപ്പെട്ടു പോയവരുടെ ആ പാപത്തിൻ്റെ ചുമട് താൻ തന്നെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവം മനുഷ്യരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, ജീവനിലോട്ട് കൊണ്ടുവരുവാൻ ദൈവം തന്നെ ഒരുക്കിയതായ മാർഗം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ മരണം. കർത്താവ് ഈ ഭൂമിയിൽ വന്നു, നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു, നല്ല പ്രവൃത്തി ചെയ്തു, അതെല്ലാം പ്രാധാന്യമുള്ളതാണ്. എന്നാൽ വന്നതിൻ്റെ അതിപ്രധാനമായ ഉദ്ദേശം പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നതിലൂടെയാണ്. തൻ്റെ സ്വന്തം ജീവനെ പാപികൾക്ക് വേണ്ടി നൽകുന്നതിലൂടെയാണ് അവരെ രക്ഷിക്കുന്നത്. അതെങ്ങനെയാണ്? ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കോടതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ പാപമാണ് ദൈവത്തിൽ നമ്മളെ അകറ്റിയത്. ദൈവമായിട്ടുള്ള യഥാർത്ഥ ജീവൻ നമ്മളെ നഷ്ടമാക്കി. അപ്പോൾ അതിന് കാരണം നമ്മുടെ പാപമാണ്. പാപം ചെയ്തുകൊണ്ട് പാപത്തിൻ്റെ ശിക്ഷ ഞാനും നിങ്ങളെ അനുഭവിക്കണം. എന്നാൽ ദൈവം തന്നെ ശിക്ഷ ഏറ്റെടുക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് മേൽ ആ പാപത്തിൻ്റെ ശിക്ഷ ചുമത്തുകയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചപ്പോൾ
ദൈവത്തിന് നമ്മളോട് പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ട് അവൻ്റെ വിശ്വസ്തയിൽ സാധിക്കും. കാരണം പാപത്തിന് ശിക്ഷ നൽകി. ഞാൻ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. അത് നിസ്തുല്യമായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതിന് തുല്യമായ സ്നേഹം ലോകത്തിലില്ല, സ്വർഗത്തിലുമില്ല. അതിന് തുല്യമായ വേറൊരു ഫിലോസഫി ഇല്ല മനുഷ്യനെ രക്ഷിക്കുവാൻ. എന്താണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്? പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, നല്ലത് മാത്രം ചെയ്തവൻ, അവൻ സ്വയം എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു. എന്തിനു വേണ്ടി? നമ്മളെ ജീവനിലോട് പ്രവേശിപ്പിക്കുവാൻ, ദൈവമായുള്ള ബന്ധത്തിൽ കൊണ്ടുവരുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, അനശ്വര ജീവന് അവകാശികളാക്കി തീർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ മരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ആ മരണമില്ലായിരുന്നുവെങ്കിൽ നമുക്കാർക്കും ഈ ദൈവിക ജീവൻ പ്രാപിക്കുവാനായിട്ട് സാധ്യമല്ല. കാരണം ദൈവത്തെ എന്നേക്കും നമ്മളിൽ നിന്ന് അകറ്റുന്നതാണ് നമ്മുടെ പാപം. നമ്മൾ മരിച്ചാലും നമ്മുടെ ആത്മാവ് നിത്യമായിട്ടുള്ള യാതന സ്ഥലത്തേക്ക് പോകും. നമ്മൾക്ക് ഒരു ശരീരം ഒരിക്കൽ ലഭിച്ചാലും ആ ശരീരത്തോട് നിത്യമായുള്ള നരകത്തിലേക്കാണ് പോകുന്നത്. കാരണം ദൈവത്തിൽ നിന്ന് ബന്ധമകന്നവർ പോകുന്നതിൻ്റെ സ്ഥലമാണ് യാതൊരു സ്നേഹവും ദൈവിക കൂട്ടായ്മയില്ലാത്തതുള്ള നരകം. എന്നാൽ അതിൽ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. അപ്പം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നേക്കുമായിട്ട് ദൈവത്തിൻ്റെ ജീവനിൽ നഷ്ടപ്പെട്ടു, എന്നേക്കുമായിട്ട് നരകത്തിൻ്റെ അവകാശിയായി, ജീവനില്ലാത്ത, സ്നേഹമില്ലാത്ത, കരുണയില്ലാത്ത നരകത്തിൻ്റെ ആ യാതനയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ലാതെ യാതൊരു മാർഗവും എന്നെയും നിങ്ങളെയും രക്ഷിക്കാനില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം ആരാണ് കർത്താവായ യേശു ക്രിസ്തു? അവൻ ദൈവമാണ്. അവൻ മനുഷ്യനായി തീർന്നു. അവൻ പാപമില്ലാത്തവനാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇന്ന് ജീവിക്കുന്ന ക്രിസ്തുവിന് മാത്രമേ എനിക്കും നിങ്ങൾക്കും പാപമോചനം തരാനായിട്ട് കഴിയൂ. കർത്താവിൻ്റെ അടുക്കൽ ആരെങ്കിലും വന്ന് ഹൃദയത്തിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ അവൻ്റെ പാപങ്ങൾ ഉടനെ ദൈവം മോചിക്കുകയാണ്. അവന് ജീവൻ നൽകുകയാണ്. കർത്താവ് പറഞ്ഞു, ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടതിന് ജീവനെ കൊടുക്കുന്നു. ആ ജീവനെ കൊടുക്കുന്നതിലൂടെ അവരെ ജീവനിലോട്ട് നടത്തുകയാണ്. മനുഷ്യപുത്രൻ വന്നതോ പാപികളെ തേടി അവരെ രക്ഷിക്കുന്നതിനാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ഭൂമിയിൽ വന്നുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടുകയില്ല. കാരണം നമ്മുടെ സ്വതന്ത്ര ബുദ്ധിയാണ് പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചതെങ്കിൽ ഈ സ്വതന്ത്ര ബുദ്ധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശു കർത്താവിനെ സ്വീകരിക്കാനുള്ള അവകാശവും നമ്മൾ ഉപയോഗിക്കണം. കർത്താവിൻ്റെ സ്നേഹം നമ്മൾ തിരസ്കരിച്ചാൽ, എനിക്ക് യേശു കർത്താവിന് വേണ്ട എന്നൊരാൾ തീരുമാനിച്ചാൽ അവനെ രക്ഷിക്കുവാൻ വേറെ യാതൊരു മാർഗവുമില്ല. ഈസ് ഇറ്റേണലി ലോസ്റ്റ്. അവൻ എന്നേക്കുമായിട്ട് നശിച്ചു. ആ നാശത്തിൽ നിന്ന് അവനെ കരകയറ്റുവാൻ അവനോ ഒരു തത്വത്തിനോ ഒരു മതത്തിനോ സാധ്യമല്ല. കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള വ്യക്തിക്ക് മാത്രമേ നമ്മെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാനായിട്ട് കഴിയൂ. കാരണം ദൈവമായിട്ട് നമ്മൾ അകറ്റിയത് നമ്മുടെ പാപമാണെങ്കിൽ ആ പാപത്തെ നമുക്ക് വേണ്ടി സ്വയം ഏറ്റെടുത്ത് അതിനുള്ള പരിഹാരം കർത്താവ് യേശു ക്രിസ്തു വരുത്തി. ആ യേശു കർത്താവിനെ നമ്മുടെ രക്ഷിതാവായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ, നമ്മുടെ നാഥനായി സ്വീകരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ഇടയനായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം ദൈവം നമ്മളോട് ക്ഷമിക്കുകയാണ്. ദൈവഭവനത്തിലെ അംഗമാക്കി തീർക്കുകയാണ്. ദൈവഭവനത്തിലെ ചില സന്തോഷവും സമാധാനവും ആനന്ദവും നമുക്ക് തരികയാണ്. അതാണ് സുവിശേഷം. അതാണ് രക്ഷാമാർഗം. അതുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ കാൽവരി ക്രൂശിലേക്ക് നമ്മൾ നോക്കുക. അതിനു വേണ്ടിയിട്ടാണ് അവൻ വന്നത്. എന്താണ് ക്രൂശ് എന്നോട് നിങ്ങളോടും വിളിച്ചു പറയുന്നത്? നമ്മെ രക്ഷിക്കുവാനുള്ള മാർഗം ദൈവം തന്നെ ഉണ്ടാക്കിയതാണ്, നാം കണ്ടുപിടിച്ചതല്ല. നാം കണ്ടുപിടിക്കുന്ന മാർഗങ്ങളെല്ലാം പാപമംഗലമായിരിക്കും. നാം കണ്ടുപിടിക്കുന്ന മാർഗങ്ങളെല്ലാം അപൂർണമായിരിക്കും. നമ്മുടെ തീർത്ഥയാത്രകളും പരിപാടികളും എല്ലാം അപൂർണമാണ്. നല്ല ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ അത് അശക്തമാണ്. എന്നാൽ ദൈവം ഉണ്ടാക്കുന്ന വഴി ദൈവം ഉണ്ടാക്കിയതാകയാൽ അത് പൂർണ്ണമാണ്. ദൈവം ഉണ്ടാക്കിയ വഴിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. ദൈവത്തിൻ്റെ നിസ്തുല്യമായ സ്നേഹം ക്രൂശിലൂടെ വെളിപ്പെടുകയാണ്. ഇത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിച്ചു. ഈ സ്നേഹം നമ്മൾ തള്ളിക്കളഞ്ഞാൽ പിന്നെ എവിടെയാണ് നമുക്ക് സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മുടെ ജീവിതത്തിന് എന്താണ് പിന്നെ ഒരു ലക്ഷ്യം?
നമ്മുടെ ജീവിതത്തിന് പിന്നെ എന്താണ് ഒരു ആനന്ദം? ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വരണ്ടേ? നമ്മൾ സ്നേഹത്തിൽ നിറഞ്ഞൊരു ജീവിതമല്ലേ യഥാർത്ഥ ജീവിതം? അപ്പോൾ ആ യേശുവിൻ്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് യാതൊരു സായുജ്യവുമില്ല. ആ യേശുവിനെ തള്ളിക്കളഞ്ഞാൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മ നമുക്കില്ല. ആ യേശുവിനെ തള്ളിക്കളഞ്ഞാൽ സ്വർഗത്തിൽ എന്നേക്കുമുള്ള ദൈവത്തിൻ്റെ കൂട്ടായ്മയിലുള്ള പ്രവേശനം നമുക്കില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ കേൾവിക്കാരാ, ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുന്നു, യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്നുള്ള കാര്യം ചിന്തിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു വന്നു. യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ്. യേശു ക്രിസ്തു ഒരു കഥയല്ല, മനുഷ്യനുണ്ടാക്കിയതായിട്ടുള്ള ഒരു സങ്കല്പമല്ല. അവൻ ഈ ഭൂമിയിൽ വന്നു, രക്തവും മാംസമുള്ളവനായിട്ട് വന്നു. നമ്മെപ്പോലൊരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിച്ചു. എന്നാൽ നമ്മൾ എന്നെല്ലാം വ്യത്യാസമാണ്. പാപമില്ലാത്തവനായിട്ട് ജീവിച്ചു. അവൻ ദൈവമാണെന്ന് അവൻ തെളിയിച്ചു. എന്നാൽ അവസാനം നമുക്ക് വേണ്ടി കാൽവർ ക്രൂശുമേൽ മരിച്ചു. ആ സ്നേഹത്തെ സ്വീകരിക്കുന്നവർ പറയും, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. അവിടെ നിൻ്റെ നാഥനാണ്, അവിടെ നിൻ്റെ രക്ഷകനാണ്. അത് നമ്മൾ സമർപ്പിക്കുന്ന മാത്രയിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും നഷ്ടപ്പെട്ടു എന്നുള്ള അവസ്ഥയിൽ നമ്മളെ മോചിച്ച് ജീവനുള്ളവരായി സ്വർഗത്തിന് ലാഭമായി നമ്മുടെ ജീവിതത്തെ നേടുന്നവരായിട്ട് നമ്മൾ തീരുകയാണ്. എന്താണ് ആ നേട്ടം? ദൈവമായുള്ള അഭേദ്യമായ കൂട്ടായ്മ. ഈ ഭൂമിയിലുള്ള ജീവിതം കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചാലും നമ്മൾ ഉയർത്തെഴുന്നേറ്റ് എന്നും ദൈവമായിട്ടുള്ള അഭേദ്യമായ കൂട്ടായ്മയിൽ സ്വർഗത്തിൽ ജീവിക്കുകയാണ്. ആ വലിയ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. നിങ്ങളുടെ ജീവിതത്തിലും അത് നിങ്ങൾക്ക് സ്വായത്തമായി തരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി കിടുന്നു. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി കിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. യേശുവേ, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരഞ്ഞ് രക്ഷിപ്പാനത്രേ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യൻ നഷ്ടപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. മാത്രമല്ല, മനുഷ്യന് ഒരു രക്ഷ ആവശ്യമാണ്. മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, ഗ്രഹിക്കുന്നവനില്ല. എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. മനുഷ്യൻ വഴിതെറ്റിയവനാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോയവനാണ് എന്നുള്ളതായിരിക്കുന്ന സത്യമാണ് മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ അടിവരയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആത്മാവിന് രക്ഷ ആവശ്യമാണ്. ആ ആത്മരക്ഷ നമുക്ക് എവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും? അത് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. കാരണം മനുഷ്യനെ അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനായി പാപിയായിരിക്കുന്ന മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ നാം അനുഭവിക്കേണ്ട ശിക്ഷകൾ മുഴുവനായും ഏറ്റെടുത്ത് നമുക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ചു. പ്രിയപ്പെട്ടവരെ, ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ നോക്കിക്കൊണ്ട് കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ വാസ്തവത്തിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വസിക്കുന്ന നിമിഷം നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അവനെ കൈക്കൊണ്ട്
അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ വാസ്തവമായി ഈ കർത്താവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ ശിക്ഷാവധിയിൽ നിന്ന് ഒഴിവുള്ളവരായി തീരുവാൻ കാരണമായി തീരും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ, ഈ വചനം കേട്ട ഈ നിമിഷം തന്നെ ഈ കർത്താവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സൊരുക്കുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, അതേ കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്ക് രക്ഷ ആവശ്യമാണ്, എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ് എന്ന് ദൈവമുമ്പാകെ സമ്മതിച്ച്, കർത്താവെ, ഞാൻ അങ്ങയെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവായി, എൻ്റെ ജീവിതത്തിൻ്റെ നാഥനായി, കർത്താവായി സ്വീകരിക്കുന്നു, അങ്ങയുടെ ക്രൂശുമരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ആ നില രക്ഷ പ്രാപിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത് ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവെ, ഞങ്ങൾ പാപികളാണ്. ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തികളിലും മനോഭാവങ്ങളിലൊക്കെയും പാപങ്ങളുണ്ട്. ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ്. ഞങ്ങൾക്ക് രക്ഷ ആവശ്യമാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, എന്നാൽ ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം ഒരുക്കിയതായിരിക്കുന്ന രക്ഷാമാർഗം അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിലേക്ക് നോക്കി ആ കർത്താവിൽ വിശ്വസിക്കുവാൻ കർത്താവെ, ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ. തങ്ങളുടെ പാപങ്ങളെ ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവായി, നാഥനായി, കർത്താവായി അങ്ങയെ സ്വീകരിപ്പാൻ എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി.